ഹലോ ഫ്രണ്ട്സ്, ക്യാപ്റ്റൻ ഷെഫ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഹണി ജിഞ്ചർ ചിക്കൻ വിത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ്. നമ്മളൊരു ചൈനീസ് ഐറ്റമാണ് നമ്മളിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് വളരെ ചെറുതായിട്ടുള്ളതും ഷോർട്ടായിട്ടുള്ളതുമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ഞാനിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓനിയൻ, ഗാർലിക്, ക്യാപ്സിക്കം, ജിഞ്ചർ, ചില്ലി, ബ്ലാക്ക് പെപ്പർ, സിസമി സീഡ്, നമ്മുടെ നാട്ടിൽ എള്ളെന്ന് പറയും, സ്പ്രിംഗ് ഓനിയൻ, ഫ്രൈഡ് റൈസിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത ചിക്കൻ, ക്യാരറ്റ്സ് ആൻഡ് ക്യാബേജ്, റോ എഗ്സ്, ഹണി, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, സോൾട്ട് ആൻഡ് കോൺഫ്ലോർ. ഈ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത് കുറച്ച് സ്റ്റോക്ക് വാട്ടറാണ്. നമ്മൾ ഈ ചിക്കൻ ബോയിൽ ചെയ്ത വാട്ടർ കുറച്ച് അതിനുവേണ്ടി സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രൈഡ് റൈസിനായി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന റൈസാണ്. ഇതാദ്യമായി നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ഇടാം. റൈസ് ഇപ്പോൾ വെന്ത് വരുന്നുണ്ട്. റൈസ് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞ് നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് ഹണി ജിഞ്ചർ ചിക്കനുള്ള ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, സോൾട്ട്, ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. ആദ്യമായി 2 മുട്ട എടുക്കുക. മുട്ടയുടെ വൈറ്റ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം. മുട്ടയുടെയൊക്കെ വൈറ്റ് സെപ്പറേറ്റ് ആയതിനു ശേഷം ഇതുമാതിരി വിക്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇത് ഫോർക്ക് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിക്കാം. എനിക്കിവിടെ വിസ്ക് ഉള്ളതുകൊണ്ട് വിസ്ക് ഉപയോഗിക്കുകയാണ്. നല്ലോണം ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സ് ബീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു തിക്നെസ്സിലേക്ക് കിട്ടത്തുള്ളൂ. ഇതൊരു കട്ടിയാവുന്നവരെ ഒരു 2 മിനിറ്റത്തോളം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു ഫോം ടൈപ്പിലായിട്ടുണ്ട്. ഈ ഫോം മാതിരി ആവണം. അതിനകത്തേക്ക് നമ്മൾക്ക് ലേശം ബ്ലാക്ക് പെപ്പർ പൗഡർ, ലേശം ഉപ്പ്, നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതനുസരിച്ച് കുറച്ചിട്ടാൽ മതിയാവും. അതോടൊപ്പം തന്നെ കുറച്ച് കോൺഫ്ലവർ ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോമിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂണോളം ആഡ് ചെയ്ത് നല്ലൊരു ഫോം ടൈപ്പിലാക്കി എടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ആ ഫോമിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു ക്രീം പരിവായിരിക്കും. അപ്പോൾ നമുക്ക് മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകണം. എണ്ണ ഓൾറെഡി ചൂടായിട്ട് കൊണ്ടിരിക്കുകയാണ്.
ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ പീസ് എടുത്ത് ഫ്രൈ ചെയ്യണം. പിന്നെ അത് ചെറിയ ചെറിയ ഓരോരോ മീഡിയം ടൈപ്പ് പീസുകളാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് മുക്ക ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ നല്ല ബ്ലഫി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും. സ്ലോ ഫയറിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു കളർ ഇതിന് കിട്ടത്തുള്ളൂ. ചിക്കൻ ഉള്ളിൽ നിന്ന് കുക്കാവുന്നതാണ്. അത് ചെറിയ ഫയറിൽ നമ്മളത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഓൾറെഡി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈ ആയിരിക്കുന്നു ഓൾറെഡി. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. നമ്മൾ ഹണി ജിഞ്ചർ ചിക്കനുള്ള സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുമായി കുറച്ച് ഓയിൽ ഒഴിക്കുക. സ്പൂൺ ഗാർലിക്, ജിഞ്ചർ 2 സ്പൂണാണ്. ചില്ലി ആവശ്യത്തിന്. സ്പൈസി ആവശ്യമാണെങ്കിൽ മാത്രം ചില്ലി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് നമ്മൾ ഓനിയൻ ആഡ് ചെയ്യണം. അതിലേക്ക് ക്യാപ്സിക്കം, നമ്മൾ 2 കളറുള്ള ക്യാപ്സിക്കം ഉണ്ട്. റെഡ് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. അത് നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് എന്താണ് ആഡ് ചെയ്യാം. ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് സോയാ സോസ്, ഒരു 2 സ്പൂൺ, 3 സ്പൂൺ സോയാ സോസ്, കുറച്ച് 2 സ്പൂൺ കെച്ചപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ഹണി ആഡ് ചെയ്യാം. ഒരു 2 സ്പൂൺ ഹണി നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വാട്ടർ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടി ബോയിൽ ചെയ്തിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറാണ്. അതൊരു ഇത്രയും ആഡ് ചെയ്യുക. ഇത് ബോയിലാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് ആഡ് ചെയ്യാം. ഇതൊരു സ്പൂണോളം കോൺഫ്ലവർ ഉണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. കോൾഡ് വാട്ടർ ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത്തിരി തിക്ക് പരിപാകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹണി ജിഞ്ചർ ചിക്കൻ്റെ സോസ് റെഡിയാണ്. അതിനകത്തേക്ക് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക.
ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുന്നത് നമുക്ക് ഇടാം. ഹണി ജിഞ്ചർ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെപ്പറേറ്റ് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഹണി ജിഞ്ചർ ചിക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്രൈ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റാത്തൊരു രീതിയാണ് അത് ഫോം അതിൽ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നത്. അത് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഗാർണിഷായി നമുക്ക് കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. കൂടാതെ സിസമി സീഡാണ് ഇതിൻ്റെ മെയിൻ ഗാർണിഷായിട്ട് ഇത് പോകുന്നത്. സിസമി സീഡ് കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. നമ്മുടെ ഹണി ജിഞ്ചർ ചിക്കൻ റെഡിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഹണി ജിഞ്ചർ ചിക്കൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഐറ്റം എന്ന രീതിയിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ആദ്യമായി കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിരിക്കും. അതായത് നമ്മൾ കുറച്ച് ഗാർലിക് ആഡ് ചെയ്യാം. ഗ്രീൻ ചില്ലി, ഓണിയൻ, ചോപ്ഡ് ഓണിയൻ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിനകത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം മിക്സ് ചെയ്യാം. ബോയിൽ ചെയ്തിരിക്കുന്ന ചിക്കൻ മിക്സ് ചെയ്യും. കുറച്ച് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാണ്. അത് സ്പൈസി ആവശ്യത്തിനനുസരിച്ച് എത്ര വേണം ആഡ് ചെയ്യാം. അതിൽ സോയാ സോസ്, കുറച്ച് കെച്ചപ്പ് അധികം വേണ്ട ആവശ്യമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. അതിനകത്ത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് നമ്മൾ ആഡ് ചെയ്യാണ്. ലൈറ്റായി മിക്സ് ചെയ്യാം. സോയാ സോസ് അല്പം കൂടെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർത്താം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. അതിന് കുറച്ച് ഗാർണിഷായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യും. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസും റെഡിയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അലൈൻ ക്രിക്കറ്റേഴ്സ് ക്ലബിൻ്റെ അഡ്വൈസറും കോർഡിനേറ്ററുമായ മിസ്റ്റർ ഷൈൻ ജോൺ, നമ്മളുടെ ഷൈൻ ചേട്ടനാണ്. ഷൈൻ ചേട്ടന് നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം.
ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ. ഹണി ജിഞ്ചർ ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാൻ എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഫ്രൈഡ് റൈസിന് ചില്ലി ഇത് എന്തെങ്കിലും വേണം അതിൻ്റെ കൂടെ കഴിക്കാൻ. ഓക്കെ, ഇത് നമ്മുടെ സോസ് ജോയുടെ 3ാമത്തെ എപ്പിസോഡ് അല്ലേ? അത് ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചതിനുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. ഏതായാലും നമുക്ക് രുചിച്ച് നോക്കാം അല്ലേ? കൊള്ളാം. ഏതായാലും എൻ്റെ ആദ്യത്തെ അനുഭവമാണത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതും. അതുപോലെ ഈ ഒരു ഡിഷ് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നല്ല രീതിയിൽ ഈ യൂട്യൂബിൽ കൂടുതലായിട്ട് കാണാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മളതുകൊണ്ട് പിന്നെ ഒരു എപ്പോഴും ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചെയ്യുന്നത്. ഹണി ജിഞ്ചർ ചിക്കൻ വളരെ നന്നായിട്ടുണ്ട്.